അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീസ് 2021 ജൂൺ 18 നടത്തിയ ജുമാ ഖുതുബയുടെ ഏതാനും ഭാഗങ്ങളാണ് ഞങ്ങൾ കേൾപ്പിക്കുന്നത്. പ്രധാനമായും ഈ ഖുതുബ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ക്രോധം എന്തുകൊണ്ട് മനുഷ്യരാശിയുടെ മേലുണ്ടാകുന്നു. ഹസ്രത്ത് ഖലീഫത്തുള്ള വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം 105-ാം വചനം പാരായണം ചെയ്ത് അത് വിശദീകരിക്കുകയുണ്ടായി. അതായത്, നന്മയിലേക്ക് ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും നിഷിദ്ധ കാര്യങ്ങളെ വിലക്കുകയും ചെയ്യുന്ന ഒരു സംഘം നിങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. അവർ തന്നെയാണ് വിജയം പ്രാപിക്കുന്നവർ. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നന്മയിലേക്ക് ക്ഷണിക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, നിഷിദ്ധ കാര്യങ്ങളെ വിലക്കുക. അങ്ങനെയുള്ള ഒരു സംഘം നിങ്ങളിലുണ്ടാവണം. അവർ തന്നെയാണ് വിജയം പ്രാപിക്കുന്നവർ. അങ്ങനെ ഒരു സംഘം നമ്മളിലുണ്ടോ? ഇല്ലെങ്കിൽ അത് ഉണ്ടാകണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ഉണർത്താൻ വേണ്ടിയാണ് അള്ളാഹു ഒരു ദൂതനെ തന്നെ നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഒരു ഹദീസിൽ ഹുസൈഫ ബിൻ അൽ യമൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ജീവൻ ആരുടെ കൈകളിലാണോ അവനെക്കൊണ്ട് സത്യം, നിങ്ങൾ നന്മ ഉപദേശിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ അല്ലാഹു തആല അവൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഇറക്കുന്നതാണ്. നിങ്ങൾ എത്ര കേണപേക്ഷിച്ചാലും നിങ്ങളോട് അവൻ ഉത്തരം നൽകുന്നതല്ല. അപ്പോൾ നന്മ നമ്മൾ കൽപ്പിക്കുക, തിന്മയെ വിരോധിക്കുക. ഇത് നമ്മൾ പറയുന്നില്ല എങ്കിൽ നന്മയായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു പോകുകയും അതവർ സ്വീകരിക്കാതിരിക്കുകയും നമ്മൾ നന്മ പറയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയ കുറ്റമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. അല്ലാഹു തആല അങ്ങനെ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നില്ല, തിന്മയെ വിരോധിക്കുന്നുമില്ല, നിങ്ങളും അതിനോടൊപ്പം ചേർന്ന് നിന്നാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഇറങ്ങുന്നതാണ്, അവൻ ഇറക്കുന്നതാണ്. നിങ്ങൾ എത്ര കേണപേക്ഷിച്ചാലും നിങ്ങളോട് അവൻ ഉത്തരം നൽകുന്നതല്ല. നന്മ ഉപദേശിക്കുക, തിന്മ വിലക്കുക എന്ന വിശുദ്ധ ഖുർആനിലെ ആശയം മുഴുവൻ ലോകത്തിനും ഇസ്ലാമിക രീതികളെ അളക്കുന്നതിനുള്ള ഒരു കവാടം തുറന്നിടലാണ്.
അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ ഒരു മുസ്ലിമിനും അവകാശമില്ല. കാരണം ഇത് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവ സവിശേഷത മാത്രമല്ല, അവനത് നാശത്തിൽ പെട്ടുപോകുന്നതിൽ നിന്നുള്ള ഒരു സംരക്ഷണ വലയം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനും നന്മയായ കാര്യങ്ങൾ ചെയ്യണമെന്നും തിന്മയായ കാര്യങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണമെന്നും ഉപദേശിക്കുന്നതിന് വേണ്ടി വർഷത്തിലൊരിക്കൽ നമ്മളൊരു ആത്മീയ സംഗമം ചേരുന്നുണ്ട്. അത് ഹസ്രത്ത് ഖലീഫത്തുള്ള നിർദ്ദേശിച്ചതനുസരിച്ചാണ്. അതിനുവേണ്ടി നമ്മളുടെ ആളുകളെ അതിലേക്ക് ക്ഷണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ നമ്മൾ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ചു വരുന്നില്ല എങ്കിൽ അതവർക്ക് വളരെ വലിയ നാശവും നഷ്ടവുമാണ് അവർ വരുത്തുന്നത്. അപ്പോൾ നമ്മൾ ക്ഷണിക്കണം, ഈ നന്മയായ കാര്യങ്ങൾ അവരെ കേൾപ്പിക്കണം, തിന്മയിൽ നിന്നവർ മാറി നിൽക്കണം. ഈ കാര്യങ്ങൾ അവരെ ഉണർത്തുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനുമായി നമ്മൾ അടിക്കടി പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയും ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സഹോദരങ്ങൾ, ഈ ഡിസംബർ മാസം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ 15-ാം നൂറ്റാണ്ടിൽ, ഹിജറ 15-ാം നൂറ്റാണ്ടിൽ അല്ലാഹു നിയോഗിച്ച നിയോഗിതൻ്റെ ഉപദേശ നിർദ്ദേശമനുസരിച്ച് ആത്മീയ വെളിച്ചം പകർന്നു നൽകുന്നതിന്, നന്മ ഉപദേശിക്കുന്നതിനും തിന്മയെ വിരോധിക്കുന്നതിനുമായിട്ടുള്ള ഒരു സംഗമം, നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വക്താക്കളായി മാറുന്നതിന് വേണ്ടിയുള്ള ഒരു കൂടിച്ചേരൽ, ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ച് ഒരു 7 ദിവസം സന്തോഷമുള്ളവർക്ക് എത്തിച്ചേരാനും ഈ സംഗമത്തിൽ പങ്കെടുക്കുവാനും അതിൽ നിന്നുള്ള സൽഫലങ്ങൾ നേടുവാനും തുടർന്ന് അവരുടെ ജീവിതത്തിൽ നന്മയുടെ ഒരു വലിയ ശീതളഛായ നിർമ്മിക്കുവാനും തിന്മയിൽ നിന്ന് അകന്നു പോകുവാൻ അവർ സ്വയം പര്യാപ്തരായി തീരുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളായി നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഊർജങ്ങളെ ഉണർത്തി നന്മ കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആർജവം നമ്മളിൽ ഉണ്ടായി വരുന്നതിന് വേണ്ടിയുള്ള ഒരു സുവർണാവസരമാണ് 7 ദിവസം. അതിനുവേണ്ടി നിങ്ങൾ അഹമഹമികയ മത്സരിച്ച് തന്നെ മുന്നേറേണ്ടതാണ്. അങ്ങനെ ബഹുമാന്യരായ ജമാഅത്തു സഹീഹുൽ ഇസ്ലാമിലെ തമിഴ്നാട്, കേരള നോർത്ത്, കേരള സൗത്ത് ജമാഅത്തുകളുടെ എല്ലാ അംഗങ്ങളും ഈ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും തിന്മയെ വിരോധിക്കുന്നതിനുമുള്ള ഊർജം പകരുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഹസ്രത്ത് ഖലീഫത്തുള്ളാഹിയുടെ ഉപദേശ നിർദ്ദേശ ദുആയ്ക്ക് അനുസൃതമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഗമത്തിൽ അഹമഹമികയ നിങ്ങളെല്ലാവരും വന്നു ചേർന്ന് നന്മയുടെ വക്താക്കളായി മാറുകയും തിന്മയിൽ നിന്ന് അകലം പാലിക്കുവാൻ നമ്മളെ സ്വയം സജ്ജരാക്കുകയും നമ്മുടെ കുടുംബത്തെയും അയൽവാസികളെയും സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെയും സംരക്ഷിക്കുന്നതിന് ഈ ധർമ്മോപദേശ സേവകരായി മാറുവാനും നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സജ്ജമാക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും മത്സരിച്ച് ഈ പറഞ്ഞ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ പരിശുദ്ധമായ ഉപദേശം നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയ്ക്കായി സമർപ്പിക്കുന്നു. ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അല്ലാഹുവിൻ്റെ യഥാർത്ഥമായ ഇഷ്ടദാസന്മാരായി സ്നേഹഭാജനങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുള്ള അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബാദല്ലാഹ് റഹ്മക്കുമുല്ലാഹ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ-മുൻകർ വൽ-ബഗ്യി യഅ്ദുകും ലഅല്ലക്കും തദക്കറൂൻ. ഉദ്കുറുല്ലാഹ യദ്കുറുക്കും വദ്ഉഹു യസ്തജിബ് ലക്കും
വലദിക്റുല്ലാഹി അക്ബർ.